രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നമസ്കാരം. അപ്പോൾ ലക്ഷ്മണോപദേശത്തിന്റെ രാമായണ നാമസന്ധ്യയുടെ 3-ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ഭാഗം നമ്മൾ ലക്ഷ്മണൻ എന്ന ആ ഒരു അനുജനിൽ നിന്ന് ഒരു ശിഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ആ ഒരു മാറ്റം നമ്മൾ കണ്ടു. അപ്പോൾ എപ്പോഴും ഒരു സംവാദം എന്ന് പറയുന്നത് പരസ്പരം ശക്തി പ്രകടനത്തോടെ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയുള്ളതല്ല ശരിക്കും സംവാദം എന്ന് പറയുന്നത്. ന്യൂസ് ചാനലുകളിലും ഒക്കെ കാണുന്ന ഡിബേറ്റ് അല്ല ശരിക്കും ഇവിടെ സംവാദം. തർക്കം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് തോൽവി, ഒരു സ്ഥലത്ത് ജയമാണ്. ഇവിടെ രണ്ടുപേരും ഒരേപോലെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംവാദത്തിന്റെ പ്രത്യേകത. അപ്പോൾ ചോദ്യങ്ങൾ അറിയുവാനും അനുഭവിക്കുവാനും വേണ്ടിയുള്ള ത്വരയോടെയാണ് ചോദ്യങ്ങൾ. വാദിക്കാനും വാദിച്ച് ജയിക്കാനും വേണ്ടിയുള്ള ഒരു മത്സരമല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തോടെയാണ് ലക്ഷ്മണൻ രാമൻ എന്ന ഗുരുവിനോട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരൂ മറുരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവഴി ഒഴിഞ്ഞിവയെല്ലാം നേരുടെ ഉപദേശിടുവാൻ ഭൂമണ്ഡലേ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അപ്പോ ലക്ഷ്മണന്റെ ചോദ്യങ്ങൾക്ക് രാമൻ തിരിച്ച് മറുപടി പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ ഭഗവാന്റെ തിരിച്ചുള്ള ഉത്തരം എന്തായിരുന്നു നമുക്ക് നോക്കാം. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. അപ്പൊ ഭഗവാൻ ഇത് കേട്ടിട്ട്, ആ ലക്ഷ്മണന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം തിരിച്ച് ഉത്തരം നൽകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല നല്ല ചോദ്യങ്ങൾ ഗുരുവിന്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ആചാര്യന്മാരുടെ മുൻപിലേക്ക് ഉന്നയിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആനന്ദം വരുന്നത്, സന്തോഷം തരുന്നത്. കാരണം അവരിവിടെ ജീവിച്ചിരിക്കുന്നതിന് എന്തിനാണ്? അവരുടെ ജീവിതം ഇവിടെ, ഗുരുക്കന്മാരിവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന് കൂടുതൽ ജ്ഞാനവും ആനന്ദവും പകരാനാണ്, അല്ലേ? അപ്പോ അവരുടെ ലൈഫ് പർപ്പസ് അച്ചീവ് ആകുന്നത് ഈ സംവാദങ്ങളിലൂടെയും നല്ല നല്ല ചോദ്യങ്ങളിലൂടെയാണ്. അപ്പൊ നല്ലൊരു ചോദ്യം കേട്ട് ആ ആനന്ദത്തിൽ ശ്രീരാമ ഭഗവാൻ ആ ജഗത് ഗുരുവായി മാറിയിട്ടുണ്ട്. ഭഗവാൻ അദ്ദേഹത്തിന്റെ പുണ്യം പേറുന്ന വാക്കുകൾ തുടങ്ങുകയാണ്. അതാണ് അടുത്ത വരികളിലേക്ക് നമ്മൾ, ആ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീരാമനതു കേട്ടു
ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നിടും വികൽപ്പഭ്രമവുമെല്ലാം കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളും തീർന്നിടും വികൽപ്പഭ്രമവുമെല്ലാം മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ അൻപോടു പിന്നെ ജ്ഞാന സാധനം ചെയ്യാമല്ലോ മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ അൻപോടു പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊല്ലാം പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവാൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മനറിയുമ്പോഴോ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ജ്ഞേയമായുള്ള പരമാത്മനറിയുമ്പോഴോ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ മായാസംബന്ധ ഭയമൊക്കെയും നീങ്ങിടല്ലോ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ 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 രാമ പാഹി മാം. അപ്പൊ ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ് എന്താണ് കേട്ടാലും അതിഗുഹ്യമാം ഉപദേശം. ഗുഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും സീക്രട്ട് നോളജ്. ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഏറ്റവും സീക്രട്ട് ആയത് രഹസ്യമായിട്ടുള്ള ജ്ഞാനം. ഇത് കേൾക്കുന്നതോടെ വികൽപ്പ ഭ്രമങ്ങളെല്ലാം അകന്നു പോകും. നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. ഗുരുദേവ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സങ്കല്പമുണ്ട് വികല്പവുമുണ്ട്. First of all, when you think your sankalpa is impossible, finish it, drop it. But if there is a hope that your sankalpa can be fulfilled, then you have to pay more attention on that. You know, we in the art of living, we have a habit of thinking the impossible and making it possible, isn't it? All the incidences you see, you know, when people thought, oh, 1,000 sitars, it's never, it's impossible. Because every master, sitar master, has their own style, and they have a maximum 15-20 at the most. Some taking all the old students, 50 students. No, you're talking about 1,000 sitars coming together. People said impossible. But what happened? We made it possible, isn't it? So you have to dream the impossible and work towards it. It may not be easy. But if you think it is impossible and you cannot do it, you don't have that enthusiasm, then you better do what you think is possible. സങ്കല്പം എന്ന് വെച്ചാൽ ഇപ്പോ നമ്മള് ഒരു സംരംഭം തുടങ്ങുകയാണ്. എപ്പോഴും നമ്മൾ എന്തായിരിക്കും, ആ സംരംഭം എപ്പോഴും വിജയിക്കണം എന്നാണ് നമ്മൾ ആശിക്കുന്നത്, അല്ലെ? പക്ഷെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു വരുമ്പോഴും ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ നമ്മളെ വന്ന് ബാധിക്കും. അത് ഒരു പരിധിവരെ നല്ലതാണ്. കുറച്ച് നമ്മൾ നല്ല അവെയർ ആവാനും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ആ ഒരു ചെറിയൊരു ഇത് നല്ലതാണ്. പക്ഷെ ചിലപ്പോൾ അത് ഒരു പരിധിക്ക് അപ്പുറം നമ്മളെ വന്ന് എന്ത് ചെയ്യും, നമ്മളെ ആക്രമിക്കും.
ഇതിനെയാണ് വികല്പം എന്ന് പറയുന്നത്. സങ്കല്പം ജീവനാണെങ്കിൽ വികല്പം എന്ന് പറയുന്നത് സംശയമാണ്. ഈ വികല്പങ്ങളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഈ സംശയങ്ങളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്ന പോലെ സംശയാത്മാ വിനശ്വരി. അപ്പൊ സംശയം എന്തിലേക്ക് കൊണ്ടുവരും? വിനാശത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഈ സംശയം വേറൊരു കാര്യമുണ്ട്. ഐസക് ന്യൂട്ടൺ സംശയിച്ച സംശയം അത് കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. അതാണ് ഒരു ശാസ്ത്രജ്ഞന്റെ സംശയം എന്ന് പറയുന്നത്. ആ സംശയം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് നല്ല നല്ല കണ്ടുപിടുത്തങ്ങളും ജീവിതത്തിന്റെ പല ഏടുകളും പുരോഗതി പ്രാപിക്കാനൊക്കെ ആയിട്ട് പ്രാപ്തമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംശയങ്ങളാണ്. അതേ ചിന്തകളല്ല നമുക്ക് കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ, അല്ലെങ്കിൽ ഇനി ഇരിക്കുന്ന സ്ഥലം തന്നെ ഇടിഞ്ഞു കഴിഞ്ഞ വല്ല ഭൂകമ്പം വരുമോ, അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ ഉണ്ടാക്കുന്ന പല ആവലാദികൾ അല്ലെങ്കിൽ ആധികൾ. അതെ, ഈ ആധികള് നമുക്ക് നല്ലതല്ല. എന്നാൽ ഈ സംശയം ആവശ്യമാണ്. സംശയമാത്മ വിനശ്വരി എന്ന് പറഞ്ഞേക്കുന്നത് ഇതുകൊണ്ടാണ്. സംശയം നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കൺസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ സംശയം തന്നെയാണ് ലക്ഷ്മണൻ ചോദിച്ചേക്കുന്നത്. ആ സംശയം എന്താണ്? കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. പുതിയൊരു തലത്തിലേക്ക് ജീവിതത്തെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങൾ. ഇവിടെ അനാവശ്യമായിട്ടുള്ള സംശയമല്ല. ഓക്കെ, അപ്പോൾ വികല്പങ്ങളും ഭ്രമങ്ങളും, ഈ വികല്പങ്ങളും ഭ്രമങ്ങളും ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ആദികളെ മനസ്സിൽ ഉറപ്പിച്ചു, പിന്നെ അതനുസരിച്ച് നമ്മൾ എന്ത് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നോ അത് നമ്മൾ ലോകത്ത് കാണാനും തുടങ്ങും. പഴയ ആൾക്കാർ പറയാറുണ്ടല്ലോ, എന്താ, മഞ്ഞ കണ്ണട വെച്ച് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞ നിറത്തിലാവുന്ന പറയുന്ന പോലെ. അപ്പൊ വികല്പങ്ങളും ഭ്രമങ്ങളും ചേരുമ്പോൾ എന്താവുന്നു? ദുസ്സുഖമായി മാറുകയാണ് ജീവിതം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഇവിടെ വികല്പ ഭ്രമം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വികല്പ ഭ്രമങ്ങളെല്ലാം എങ്ങനെ മാറും? അത് ജ്ഞാനത്തിലൂടെ മാറും. അനുഭവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അറിവ് അനുഭവമായി മാറുമ്പോഴാണ് ജ്ഞാനമാകുന്നത്. അറിവ് വെറുതെ നമ്മൾ പുസ്തകത്തിൽ വായിച്ചു, അത് നമ്മുടെ ബുദ്ധിയിൽ വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അനുഭവമായി മാറുമ്പോഴാണ് അതെന്താവുന്നത്? അത് ജ്ഞാനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ജ്ഞാനമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. മുൻപിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ, അൻപോടു പിന്നെ ഞാൻ സാധനം ചെയ്യാമല്ലോ. മുൻപിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിടുക, മുൻപിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ, അൻപോടു പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ. അൻപോടു പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ.